അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് പോകുന്നത്? കോളേജ് ലൈഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബോറിങ്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കസിൻസ് ഒക്കെ വരുമ്പോഴാണ് മോഡലിംഗ് ഫീൽഡ് ഉള്ളതുകൊണ്ടാണോ പിടിച്ച് നിൽക്കുന്നത്. അത് കോളേജ് ലൈഫ് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഈ മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു? എൻ്റെ വേ ഓഫ് ടോക്കിംഗ് മാറിയിട്ടുണ്ട്, എൻ്റെ നടത്തം മാറിയിട്ടുണ്ട്. എന്നാ ഓവറോൾ എൻ്റെ പേഴ്സണാലിറ്റി ഒന്നുകൂടെ റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മോഡലിംഗ് ചെയ്യുന്നതിലൂടെ ബെറ്റർ ഓപ്ഷൻസ് ആണ്. ഇപ്പം മോഡലിംഗ് ചെയ്തതിൽ ആദ്യം ഇറങ്ങിയ കമ്പനി ഏതാ? ഞാൻ ആദ്യം ഇറങ്ങിയത് ഒരു പെജൻ ഷോയ്ക്കായിരുന്നു. അത് റാക്വ കമ്പനിയുടെ അണ്ടറിലായിരുന്നു. ഇറ്റ് വാസ് സൂപ്പർ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനുശേഷം എത്രാമത്തെ പെജന്റിലാണ് റണ്ണറപ്പ് ആയത്? ഫസ്റ്റ് ഷോയിൽ തന്നെയാണ് ഫസ്റ്റ് റണ്ണറപ്പ് വിൻ ചെയ്തത്. വാവ്, ദാറ്റ്സ് സോ ഗുഡ്. നമുക്ക് അത്ര എക്സൈറ്റഡ് ആണ് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ. ഫസ്റ്റത്തെ ഷോ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് അടിക്കുക എന്ന് പറയുന്നത് സൂപ്പർ. ആൻഡ് എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ? മടിക്കണ്ട, പറഞ്ഞു. എന്നാ പറയൂ? ഫുഡൊക്കെ കഴിച്ചോ? നീ കഴിച്ചോ? ഇല്ല, കഴിക്കണം, ഇനി വേണം പോകാൻ. സൗത്ത് ഇന്ത്യ ഫാഷൻ ഐക്കൺ, അതും ആഡ്സ് ഇൻ പ്രസൻസ് സൗത്ത് ഇന്ത്യ ഫാഷൻ ഐക്കൺ. ഇന്നത്തെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ? അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓവറോൾ കൊള്ളാം. കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓവറോൾ നല്ലതാണ്. എല്ലാവരും കൊറിയോഗ്രാഫേഴ്സ് ആണെങ്കിലും എൻ്റെ ടീമാണെങ്കിലും ഓക്കെയാണ്. ഓക്കെ. റാക്വാക്കിൽ എത്ര നാളായി വർക്ക് ചെയ്യുന്നു? റാക്വാക്കിൽ ഇതിപ്പോൾ ആ പേജൻ്റ് കഴിഞ്ഞ ഒരു 2-3 months. ഓക്കെ. ആൻഡ് നമ്മളിപ്പോൾ തിരുവോണ നാളിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? താങ്കൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്ത് പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട് മാറണം എന്നുള്ള രീതിയിലോ, തിരുവോണം എന്നല്ലാണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കലി മാറ്റങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന വല്ല ടോപ്പിക്കുണ്ടോ? അല്ലെങ്കിൽ ഭരണങ്ങൾ മാറണം, അങ്ങനെ വല്ല? കുഴപ്പമില്ല, പറഞ്ഞു.